മൂന്നാമതും LDF ഗവൺമെന്റ് അധികാരത്തിൽ വരും. ആ ഒരു ഫീഡ്ബാക്ക് ആണ് ഞങ്ങളിപ്പോൾ ഓരോ വീടുകളിലും ചെന്നാണല്ലോ വോട്ടർമാരെ കാണുന്നത്. അപ്പൊ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്ത ജെറോം ചെയ്യുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പരാജയം ഉണ്ടാകേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നാണ്. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം. കാരണം ഭരണപരമായി ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ നേതൃത്വം നൽകിയത്. ഓരോരോ തട്ടിപ്പ് മുൻപന്തിയിൽ തന്നെ മുമ്പോട്ട് പോയൊരു ഗവൺമെന്റും പ്രവർത്തനങ്ങളും. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും പരാജയപ്പെടും എന്നൊരു തോന്നൽ ഉണ്ടായി. തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഏറ്റവും ആഴത്തിൽ താഴെത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള സഖാക്കളാണ് സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ ഇങ്ങനൊരു ജനവിധി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി വിവരമില്ലാത്തവരെല്ലാം ഒരു നാട്ടിൽ നിന്ന് ജനിച്ചു ചെയ്യേണ്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സമരം ചെയ്യും. അത് വളരെ ശക്തമായി തന്നെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ എപ്പോഴും നടത്തും. തെരഞ്ഞെടുപ്പ് പരാജയം ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ച ശേഷമേ പാർട്ടി നേതൃത്വമാണ് അത് സംബന്ധിച്ച് പറയുക. തള്ളല്ലേ, വല്ലാണ്ടങ്ങ് തള്ളല്ലേ. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനം. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല.